എന്താണ് കറപ്ഷൻ? അല്ലെങ്കിൽ കറപ്ഷൻ ചെയ്യുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താണ്? എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് കറപ്ഷൻ എന്ന് പറയുന്നത്. സമൂഹത്തിലെ എല്ലാവിധ മേഖലകളെയും ഗ്രസിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ടൊക്കെ കറപ്ഷൻ പലപ്പോഴും മാറാറുണ്ട്. മെയിനായിട്ട് നമ്മൾ കറപ്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൊളിറ്റീഷ്യൻസിലേക്കൊക്കെയാണ് നമ്മുടെ കണ്ണുകൾ പോകുന്നത്. പൊളിറ്റീഷ്യൻസിൽ മാത്രമല്ല, സമൂഹത്തിന്റെ പല മേഖലകളിലുള്ള ആളുകളിലും ഗവൺമെന്റ് ഓഫീസേഴ്സ് മുതൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾ മുതൽ അങ്ങനെ പല രീതിയിൽ പല വിദ്യാർത്ഥികളുടെ ഇടയിലായ പോലും പല രീതിയിൽ കറപ്ഷൻ സമൂഹത്തിൽ, ബിസിനസ്സുകാരുടെ ഇടയിലായ പോലും ഒക്കെ പല രീതിയിൽ കറപ്ഷൻ സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൊതുവിൽ എന്താണ് ഈ കറപ്ഷൻ ചെയ്യുന്ന ആളുകളുടെ മനസ്ഥിതി, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ കറപ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അവരുടെ ഒരു മനഃശാസ്ത്രത്തെ തന്നെ നമ്മളൊന്ന് ചൂഴ്ന്നിറങ്ങി നോക്കി മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് ഈ വീഡിയോയിലൂടെ. കറപ്ഷൻ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ അവരുടെ മറ്റ് ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കാം അവർക്ക്, മറ്റുള്ളവർ അവരെ കറപ്റ്റ് ചെയ്തതായിട്ടുള്ള ഒരു പാസ്റ്റ് അവർക്ക് ഉണ്ടായിരിക്കാം. അതായത് എപ്പോഴും കറപ്ഷൻ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു അനുഭവം. എത്രയൊക്കെ അവര് ശ്രമിച്ചിട്ടും, സത്യസന്ധരാവാൻ ശ്രമിച്ചിട്ടും പലപ്പോഴും സമൂഹം അവരെ അതിന് അനുവദിക്കാതിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അവർ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ചൈൽഡ് ലേബർ ഒക്കെ ചെയ്യേണ്ടി വരുന്ന ചെറിയ കുട്ടികൾ ഒക്കെ അവര് പലപ്പോഴും പലതും ആഗ്രഹിച്ചിട്ടും സമൂഹം അവർക്ക് പലതും ഡിനേ ചെയ്യുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കൊരു വിക്ടർ ഹ്യൂഗോന്റെ ഒരു ഫേമസ് നോവലുണ്ട്, ലെസ് മിസറബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് നോവലുണ്ട്. ആ നോവലിലെ ജീൻ വാൾജിന്റെ ക്യാരക്ടർ, അദ്ദേഹം തന്റെ കുട്ടിയായ തന്റെ ഒരു അനുജന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചെറിയൊരു ബ്രെഡ് മോഷ്ടിക്കുന്ന ഒരു കാര്യം, വിശപ്പ് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. വിശപ്പ് കൊണ്ട് തളരുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് തന്നെ വേണ്ടിയിട്ട് ബ്രെഡ് മോഷ്ടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് തുടങ്ങുന്ന അദ്ദേഹം പിന്നീട് ജയിലിലാവുകയും പല രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ടും ഉള്ളിൽ എവിടെയോ അദ്ദേഹത്തിന് ഒരു നന്മ അവശേഷിക്കുന്നതായിട്ടും നോവൽ നമുക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില പാസ്റ്റിൽ കറപ്ഷൻസ് സംഭവിച്ച ചില ആളുകൾക്ക് പലപ്പോൾ കറപ്റ്റഡ് ആവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അതോടൊപ്പം തന്നെ കറപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ലിമിറ്റഡ് മെന്റാലിറ്റിയിൽ നിന്ന് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ലിമിറ്റഡ് ആയിട്ട് എന്റെ കൾച്ചർ, എന്റെ റിലീജിയൻ, എന്റെ കാര്യങ്ങളെല്ലാം വലുതാണെന്നും മറ്റുള്ളവരെല്ലാം അത്ര വലിയ ആളുകളല്ല എന്നുള്ള ഒരു തരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് ആളുകൾ കറപ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മറ്റ് രാജ്യങ്ങളെ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്ന ഓരോരോ രാജ്യങ്ങൾ. അവരുടെ സമ്പൽ സമൃദ്ധി കൊണ്ടും അവരുടെ ചില പോരാട്ട വീര്യങ്ങൾ കൊണ്ടും അവരുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ഒക്കെ ഉപയോഗിച്ച് അവർ മറ്റു രാജ്യങ്ങളെ എല്ലാം കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ അതിനു മുന്നേ ട്രേഡ് റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലേക്ക് വന്ന പല ആളുകളും ഈ ട്രേഡിന്റെ ആ ഒരു മറ വെച്ചുകൊണ്ട് അവർ ഈ രാജ്യത്തെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയും ഈ രാജ്യത്തെ ആളുകളെ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാക്കി മാറ്റുവാനും ഒക്കെ ആയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ പല മുതലാളിത്ത വ്യവസ്ഥിതികളിലും നമുക്ക് കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കറപ്ഷൻ. മറ്റുള്ളവരെ കൊണ്ട് ഒരു മാക്സിമം ബെനഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ചില രീതികൾ ഒക്കെ കറപ്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ തന്നെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കറപ്റ്റഡ് ആയിട്ടുള്ള ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റ് വ്യക്തികൾ ചിലപ്പോൾ നമ്മൾക്ക് അറിയപ്പെടാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പോയപ്പോൾ നമ്മളെ ചിലപ്പോൾ ചില ആളുകൾ ചീറ്റ് ചെയ്തതായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് അവരുടെ ഒരു ക്യാരക്ടർ, ഈ കറപ്ഷൻ നടത്തുന്ന ഈ ആളുകളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ വളരെ ഷൂഡായിട്ടുള്ള ആളുകളായിരിക്കും. അവർ വളരെയധികം ഇന്റലക്ച്വലി വളരെ ഷാർപ്പായിരിക്കും. നല്ല ഒബ്സർവേഷൻ കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ എല്ലാം നല്ലവണ്ണം വീക്ഷിച്ചതിന് ശേഷം ഒരു വ്യക്തിയെ നല്ലവണ്ണം മനസ്സിലാക്കി
അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ പോലും മനസ്സിലാക്കി അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരാളായിട്ടൊക്കെ കൂടെ കൂടിയിട്ട് അങ്ങനെ ആ വ്യക്തിയുടെ പല പല കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു എക്സാക്ട് പോയിന്റ് അദ്ദേഹം കിട്ടുന്നത് വരെ പേഷ്യൻസോടുകൂടി കാത്തിരുന്ന് അവസാനം ഈ വ്യക്തിയുടെ വിശ്വാസ്യത മുഴുവനായിട്ട് ഏറ്റുവാങ്ങിയതിനു ശേഷം ആ വ്യക്തി അവസാനം മനസ്സിലാക്കുകയാണ് ഞാൻ കറപ്റ്റഡ് ആയി എന്നുള്ള ഒരു പോയിന്റിൽ അദ്ദേഹം മനസ്സിലാക്കുന്നത് വരെ ആ വ്യക്തി ഒരു പന്താടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, വളരെ ഇന്റലക്ച്വൽ ആയിട്ട് പന്താടുന്ന ഒരു കറപ്റ്ററുടെ ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലൂടെ കറപ്റ്റ് ചെയ്യുന്ന ആളുകളും നമുക്കിപ്പോൾ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അങ്ങനെ ഒത്തിരി റിപ്പോർട്ടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ. അപ്പോൾ പലപ്പോഴും ഈ വ്യക്തികൾ സമൂഹത്തിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കാം, വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും അവർ ആ സ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള കറപ്റ്റഡ് മെത്തേഡ്സിലൂടെ സ്വന്തമാക്കുകയും ആ ഒരു ഹാബിറ്റ് അവരിൽ പൂർണ്ണമായിട്ടും ഫോം ചെയ്യപ്പെടുകയും അത് അവര് സമൂഹത്തിൽ പല രീതിയിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരിൽ നിന്ന് ഉള്ള പല കാര്യങ്ങളും ചോർത്തെടുത്ത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ഊറ്റിക്കളഞ്ഞ് വളരെ ഉന്നത രീതിയിലായി മറ്റുള്ളവരോട് മുന്നിൽ ഇടപഴകുകയും ചെയ്യുന്ന പല പല വ്യക്തികളും ഇന്നും സമൂഹത്തിൽ വിരഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം എന്താ പറയാ നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ സൈബർ ലോകത്തിലും ഇങ്ങനെയുള്ള ആളുകൾ മറ്റു വ്യക്തികളിൽ നിന്ന് പണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഊറ്റിയെടുത്ത് അവർ വളർന്നു വരുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്രയൊക്കെ പോലീസുകാർ ട്രൈ ചെയ്തിട്ടും ഇങ്ങനെയുള്ള വ്യക്തികളെ ചിലപ്പോൾ കണ്ടെത്താനായിട്ട് പറ്റാത്ത സാഹചര്യം. ഇവർ വളരെ ഇന്റലക്ച്വൽ ആയതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താതെ ഇവർ പ്രവർത്തിക്കുന്നതായിട്ടും ഒക്കെ ഉള്ള ചില പ്രഹേളികൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആളുകളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അവരിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വളരെ സോഷ്യൽ ആവണമെന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ഈ വ്യക്തികളിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ സാഹചര്യങ്ങളെ ഒതുങ്ങുന്ന, നമുക്ക് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ ഉതകുന്ന സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ ആ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വ്യക്തികളുമായിട്ട് പരമാവധി നമ്മുടെ കോണ്ടാക്റ്റുകൾ ഒഴിവാക്കി നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കറപ്റ്റഡ് ഫ്രീ ലൈഫ് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ അതിനുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് കറപ്ഷൻ നമ്മുടേതായ രീതിയിൽ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ലോകത്തിലെ മുഴുവൻ കറപ്ഷനെ ഇല്ലാതാക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ള ആളുകളെ കറപ്ഷനിൽ നിന്ന് സേഫ് ആയിട്ട് നിർത്താനും നമുക്ക് സാധിക്കും. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.